അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് വർഷങ്ങളായി പെൻഷൻ നൽകിയെന്ന ആരോപണവുമായി ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഷൊർണൂർ നഗരസഭയിൽ അയോഗ്യർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. ഷൊർണൂർ കണയം പയ്യനേഴി വീട്ടിൽ പി രാജനെതിരെയാണ് നഗരസഭ റിപ്പോർട്ട് തേടിയത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് റദ്ദാക്കിയതായും കണ്ടെത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇയാൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ് പരാതി. രാജൻ പെൻഷൻ ലഭിക്കുന്നതിനായി ഷൊർണൂർ വില്ലേജ് 2 നിന്നും പ്രതിവർഷം വരുമാനം 60,000 രൂപയാണെന്ന് കാണിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് സമർപ്പിച്ച ബാങ്ക് ഇടപാട് റിപ്പോർട്ടും പ്രതിവർഷ വരുമാനവും പൊരുത്തപ്പെടാതെ വന്നത്. മറ്റു വരുമാന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും സത്യവാങ്മൂലം മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂവെന്നുമാണ് ഷൊർണൂർ വില്ലേജ് 2 നൽകിയ മറുപടി. അർഹതപ്പെടാത്ത ആളുടെ കൈയിൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന ആരോപണവുമായി ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ രംഗത്തു വന്നു. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ബാലിശമായുള്ള നിലപാടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള ബിജെപിയുടെ പ്രതിനിധി, ഇവിടുത്തെ കൌൺസിലർ അതിനെതിരെ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് പണം കൈപ്പറ്റിയ ആളുടെ പേരിൽ നടപടിയെടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള കുറിപ്പ് കൊടുക്കുകയുണ്ടായി. എന്നാൽ അത് അതേപോലെ തന്നെ കൌൺസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിന് തയ്യാറാവാതെ അവരുടെ മാത്രം തീരുമാനപ്രകാരമായി അത് കൌൺസിലിലേക്ക് കൊടുക്കാൻ തയ്യാറായതുമില്ല. മാത്രമല്ല ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു നിലപാടിൽ മാത്രം നിൽക്കുക. ഇവിടെ ഗവൺമെന്റിന്റെ പൈസയാണ്, അത് ജനങ്ങളുടെ നികുതിയാണ്. ഇത് അർഹതപ്പെടാത്ത ഒരാളുടെ കയ്യിൽ അവരറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം, ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയുടെ പേരിൽ പൈസ തട്ടിപ്പിന്റെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ പലിശ സഹിതം തിരിച്ചുപിടിക്കാനും ഇവിടെ മുനിസിപ്പാലിറ്റി തയ്യാറാവും. സാധാരണക്കാരന്, പാവപ്പെട്ടവന് ഒരു ക്ഷേമ പെൻഷൻ കിട്ടാൻ നിരവധി നൂലാമാലകളിലൂടെ കയറി ഇറങ്ങേണ്ടി വരുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായി എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് ഇതുപോലെ തട്ടിപ്പ് നടത്താനും അതിനുശേഷം അത് പുറം ലോകം അറിയുമ്പോൾ അത് രഹസ്യമാക്കി അല്ലെങ്കിൽ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് നീതീകരിക്കാൻ പറ്റില്ല. അതിശക്തമായ ഇതിന്റെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് പൈസ തിരിച്ചടപ്പിക്കുകയും ആ വ്യക്തിയുടെ പേരിൽ തട്ടിപ്പിന് ഒരു കേസ് കൊടുക്കാനും തയ്യാറായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് പാർട്ടിയുടെ തീരുമാനം. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് പി രഞ്ജിത്ത്, ബിജെപി കൌൺസിലർ ഗോപകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയതും റദ്ദാക്കിയതും വില്ലേജ് ഓഫീസറാണെന്നും അതിൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്നും ഉപാധ്യക്ഷൻ വി കെ അനുരാജ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.